ഇന്ന് ഞങ്ങളില്ലത് ഞങ്ങളെ കടയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കോട്ടാപ്പാടത്താണ് ഞങ്ങളെ കട ഉള്ളത്. ഇന്ന് ഞങ്ങളെ പുതിയ ഷോപ്പിന്റെ കോട്ടാപ്പാടത്ത് തന്നെയാണ് ഞങ്ങളെ പഴയ ഷോപ്പ് ഉള്ളത്. അങ്ങനെ കോട്ടാപ്പാടത്ത് നമുക്ക് 2 ഷോപ്പ് ഉണ്ട്. ഈ ഒരു ഷോപ്പിന്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് പഴയത്. അങ്ങനെ 10 മണിക്കാണ് നമ്മൾ ഉദ്ഘാടനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 10 മണിയായപ്പോഴേക്കും ഉസ്താമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉസ്താമാര് പറഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നെ ഓരോ തൊയർക്കലൊക്കെ കഴിഞ്ഞ് പായസം കുടിച്ച് അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ഞങ്ങളും പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സെമിയ പായസമായിരുന്നു. പായസം ഞങ്ങൾ പുറത്ത് ഏൽപ്പിച്ചിട്ടായിരുന്നു. ആ ഒരു ടൈമായപ്പോൾ അവർ കൊണ്ടുവന്ന് നിൽക്കുകയായിരുന്നു. ഒരു ദിവസം നമ്മളെ കുടുംബക്കാരൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കടയിലുള്ളത് നമുക്ക് അടുക്കളനെ മൊഞ്ചു കൂട്ടല്ല നല്ല അടിപൊളി പാത്രങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഞങ്ങൾ കടയിൽ ഒരു 9 മണിയായപ്പോഴേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ കടയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കാം. അങ്ങനെ മാളിക്കുന്ന് ഉമ്മി നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു. അപ്പൊ ഡോക്ടറെയും കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ രണ്ടാണ് ഇത്രക്ക് ഡീസന്റിൽ ഇരിക്കണത്. എന്തോ വിക്രസ് കാട്ടിയിട്ട് ആരോ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ചീത്തക്കെട്ട പരിഭവത്തിലാണ് ഇവർ രണ്ടാളും ഇരിക്കുന്നത്. പിന്നെ ഉദ്ഘാടനമൊക്കെ ഉണ്ട്. കുറച്ചേരൊക്കെ അവിടെ നിന്നിട്ടേ ഞാനും ഉമ്മി നാത്തൂനും പാടെ പിന്നെ അവളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോട്ടാപ്പാടത്തിനുള്ള ഒരു ഹോസ്പിറ്റലിൽ അവളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടി അവിടുന്ന് പോകുന്നപ്പോൾ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ച് അങ്ങനെ ഓല രണ്ടാളും മാളിക്കുന്ന് വീട്ടിൽ തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈശ്വലും പിന്നെ റേഷൻ കടയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെ വീട്ടിൽ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.